അവിടെയൊക്കെ പോസ്റ്റിംഗ് കിട്ടുന്നവർക്കാണ് ഈ ഹൗസ് റെന്റ് അലവൻസ് 10% കിട്ടുന്നത്. പിന്നെ ബാക്കി ക്ലാസ് ബി ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റീസ് അറ്റ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് എക്സാംസ് ഉള്ളപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, നമ്മളിത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് വല്ലതും ഉണ്ടോ. ബെനിഫിറ്റ് ഇൻ ദ സെൻസ് എല്ലാവരും നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവണമെന്നൊരു ക്രൈറ്റീരിയ വെച്ച് തന്നെയാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന് ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി എത്രയാണെന്നൊരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. PCB AE ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കയ്യിൽ കിട്ടുന്ന ഒരു എറൗണ്ട് സാലറി നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് കിട്ടുന്ന സ്ഥലം അനുസരിച്ച് പല അലവൻസസും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, നമുക്ക് നമ്മുടെ ബേസിക് പേ എന്താണ്, പേ സ്കെയിൽ എന്താണ്, ഇതൊന്നും പല ആൾക്കാർക്കും അറിയത്തില്ല. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേ സ്കെയിൽ ഇത്രയും 2 എമൗണ്ട് കാണും, അതെന്താണ്, എപ്പോൾ അതിലേക്ക് എത്തും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ആദ്യം പേ സ്കെയിൽ എന്താണെന്ന് പറയാം. നമുക്ക് ബേസിക് സാലറിയുടെ ആ ഒരു റേഞ്ച് കാണിക്കുന്നതാണ് നമ്മുടെ സാലറിയുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് മിനിമം ബേസിക് സാലറിയും അതുപോലെ തന്നെ മാക്സിമം ബേസിക് സാലറിയും ആയിരിക്കും നമ്മുടെ മിക്കവാറും നോട്ടിഫിക്കേഷനിൽ കാണുന്ന ഈ 2 നമ്പർ ആയിരിക്കും. 55,200 to 1,15,300. ഇതായിരിക്കും നിങ്ങൾ കാണുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ് സമയത്ത്, അതായത് ജോയിൻ ചെയ്യുന്ന ആദ്യമായിട്ട് നമ്മൾ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബേസിക് പേ ആണ് 55,200 അല്ലെങ്കിൽ 55,200. പിന്നീട് നമുക്ക് ഈ ബേസിക് പേയിൽ ഓരോ വർഷം ചെല്ലുമ്പോഴും ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇൻക്രിമെൻ്റ് ഉണ്ടായി നമുക്ക് കിട്ടാവുന്ന മാക്സിമം ബേസിക് പേ ആണ് 1,15,300 എന്ന് പറയും. അപ്പോൾ ഓരോ വർഷം നിശ്ചിത എമൗണ്ട് 1,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇൻക്രിമെൻറ്റ് ബേസിക് പേയിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ബേസിക് പേയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായി ലാസ്റ്റ് ഫൈനലി നമുക്ക് കിട്ടാവുന്ന മാക്സിമം ബേസിക് പേയുടെ എമൗണ്ട് ആണ് 1,15,300. ഇതല്ല നമ്മുടെ ടോട്ടൽ സാലറി, ഇത് ബേസിക് പേ മാത്രമാണ്. ഈ ബേസിക് പേയുടെ കൂടെ അലവൻസസ് ആഡ് ഓൺ ആണ്. അപ്പോൾ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഈ 2 നമ്പറിൻ്റെയും എന്താണ് കാര്യം എന്ന് മനസ്സിലായി കാണുമല്ലോ. ആദ്യം കിട്ടുന്ന സാലറി ടു ബേസിക് പേ ഇൻക്രിമെൻ്റ് ഉണ്ടായി കിട്ടാവുന്ന അവസാനത്തെ സാലറി, ഇതാണ് നമ്മുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അലവൻസസ് ഉണ്ട്. അതായത് ഈ ബേസിക് പേയുടെ കൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് അലവൻസസ് ഉണ്ട്. ഈ ബേസിക് പേ പ്ലസ് അലവൻസസ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ സാലറി നമ്മുടെ ആകുന്നത്. ഈ സാലറി നമുക്ക് കിട്ടത്തില്ല, ഇതിനകത്ത് ഡിഡക്ഷൻസ് ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അലവൻസസും ശരിക്കും നമുക്കിപ്പം 2 എണ്ണമാണ്, ഡിയർനെസ് അലവൻസും ഹൗസ് റെൻറ്റ് അലവൻസും. സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എല്ലാ കേസിലും കിട്ടണമെന്നില്ല, അത് സിറ്റിയിൽ നിന്ന് കുറേ മാറി പോസ്റ്റിംഗ് ആവുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു അലവൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം മെയിൻലി ഡിയർനെസ് അലവൻസും ഹൗസ് റെൻറ്റ് അലവൻസും ഉള്ള ഒരു പേ സ്ലിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അലവൻസ് എന്തായാലും എല്ലാവർക്കും ഉണ്ട്, ഡിയർനെസ് അലവൻസും ഹൗസ് റെൻറ്റ് അലവൻസും. ഓക്കെ, അപ്പോൾ ഡിയർനെസ് അലവൻസ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രൈസ് റൈസ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അത് ഇൻഫ്ലേഷൻ ഒക്കെ കണക്കാക്കിയുള്ള, അതായത് നമ്മുടെ ബേസിക് പേയുടെ ഒരു നിശ്ചിത ശതമാനമാണ് നമ്മൾ ഡിയർനെസ് അലവൻസ് ആയിട്ട് പറയുന്നത്. നോർമലി ഇപ്പം നമ്മൾ PCB AE ആയിട്ട് കയറുന്ന ഒരാൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയർനെസ് അലവൻസ് 18% ആണ്. ബേസിക് പേയുടെ 18%. ബേസിക് പേ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ 18% ആണ് ഡിയർനെസ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്കണോമിയിൽ വരുന്ന ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ കണക്കാക്കി കൊടുക്കുന്ന അലവൻസ് ആണ്. മൊത്തത്തിൽ നമ്മൾ 18% പറയും ബേസിക് പേയുടെ. ഓക്കെ, ഇനി അടുത്ത ഹൗസ് റെൻറ്റ് അലവൻസ് ആണ്. ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പോസ്റ്റിംഗ് ആയി കഴിഞ്ഞാൽ റെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന എമൗണ്ട്, അതിനൊരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ കൊടുക്കുന്ന അലവൻസ് ആണ് ഹൗസ് റെൻറ്റ് അലവൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പോസ്റ്റിംഗ് ആവുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ കേരള PSCയിൽ ഏത് പോസ്റ്റിലേക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു റൂൾ തന്നെയാണ് പോകുന്നത്. ഇത് കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഓർഡർ പ്രകാരം ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D അങ്ങനെ കൊടുത്തത്. അപ്പോൾ ക്ലാസ് Aയിൽ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മാക്സിമം കിട്ടുന്നത്. നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 4% മുതൽ 10% വരെയാണ്. അതായത് നമ്മുടെ ബേസിക് പേയുടെ 4 മുതൽ 10% വരെ ഹൗസ് റെൻറ്റ് അലവൻസ് കിട്ടുന്നുണ്ട്. മിനിമം ആണ് ഈ 4%, മാക്സിമം 10%. 10% കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേഷനിലൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിലാണ് 10% കിട്ടുന്നത്. എടുത്ത് പറഞ്ഞിട്ടുണ്ട് കോർപ്പറേഷൻ ലിമിറ്റ് ഓഫ് ട്രിവാൻഡ്രം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. അങ്ങനെ അത് കൂടാണ്ട് ഒരു അഡീഷണലി ഒരു 12 വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോസ്റ്റിംഗ് കിട്ടുന്നവർക്കാണ് ഈ ഹൗസ് റെൻറ്റ് അലവൻസ് 10% കിട്ടുന്നത്. പിന്നെ ബാക്കി ക്ലാസ് ബി ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റീസ് അറ്റ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്.
ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഒഴികെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളിലുമാണ് ക്ലാസ് സി വരുന്നത്. പഞ്ചായത്ത് വരുമ്പോൾ ക്ലാസ് ഡി. പഞ്ചായത്തിലൊക്കെയാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ 4% ഹൗസ് റെൻറ്റ് അലവൻസ് കിട്ടത്തുള്ളൂ. അതിന് മിനിമം എമൗണ്ട് ഉണ്ട്. 10% എന്ന് പറഞ്ഞ് ബേസിക് പേയുടെ 10% എടുത്താലും മിനിമം 2300 കിട്ടണം. അതായത് നമ്മുടെ ക്ലാസ് എ വന്നു കഴിഞ്ഞാൽ 2300 മിനിമം ഉണ്ട്. മാക്സിമം 10,000. അങ്ങനെ മിനിമം മാക്സിമം ലിമിറ്റും നമ്മുടെ ഹൗസ് റെൻറ്റ് അലവൻസിന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എവിടെ പോസ്റ്റിംഗ് ആവുന്നുണ്ട് അതനുസരിച്ച് ഇത്ര ശതമാനമായിരിക്കും. 4 മുതൽ 10% ഇടയ്ക്കാണ് നമുക്ക് ഹൗസ് റെൻറ്റ് അലവൻസ് വരും. അപ്പം നമ്മുടെ ബേസിക് പേയുടെ കൂടെ ഈ പറഞ്ഞ 2 അലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ സാലറി വരിക. അപ്പോൾ ബേസിക് പേ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് ഇൻക്രിമെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ബേസിക് പേ 55,200 ആയി. പിന്നെ സർവീസ് അനുസരിച്ചാണ് ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 55,200 കൂടെ DA 18% ഉണ്ടാകും. അതായത് 9,936 വരും. പിന്നെ അതിൻ്റെ കൂടെ HRA ഇപ്പം ഞാനിത് 10% ഇട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 4 മുതൽ 10% ഇടയ്ക്ക് വേരി ചെയ്യാൻ ഡിപ്പെൻസ് അപ്പോൺ വേ യു ആർ ഗെറ്റിംഗ് ദ പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് അനുസരിച്ച് ചിലപ്പോൾ 4%, 5%. അതുകൊണ്ട് ഈ HRA എന്ന് പറയുന്നത് ഇത് തന്നെ കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സ്ഥലത്തിനനുസരിച്ച് മാറും. അങ്ങനെ നമുക്ക് ടോട്ടലി കിട്ടാവുന്ന മാക്സിമം സാലറി എന്ന് പറയുന്നത്, അതായത് കിട്ടാവുന്നതല്ല, നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 70,336 ആണ്. ഇതിൽ വേരിയേഷൻ ഉണ്ടാവും. ഈ 70 എന്ന് പറയുന്നത് മാക്സിമം ആണ്. കാര്യം ഞാൻ ഇവിടെ HRA കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 10% ഇട്ടിട്ടാണ്. ഇതിൽ കുറവ് വരാം നിങ്ങൾക്ക് എവിടെ പോസ്റ്റിംഗ് കിട്ടുന്നു എന്നനുസരിച്ച്. അതുകൊണ്ട് 70,000 ആണ് കിട്ടാവുന്ന മാക്സിമം സാലറി. അത് ഗ്രോസ് സാലറി ആണ്. ഇനി ഈ ഗ്രോസ് സാലറിയിൽ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ പെൻഷനും കാര്യങ്ങളൊക്കെ. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നമുക്ക് വരുന്ന ഡിഡക്ഷൻസ് ആദ്യത്തെ PF ആണ്. PF 4,000 രൂപ. അത് ചോയ്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിനകത്ത് എത്ര എമൗണ്ട് വേണമെങ്കിലും PF ഇടാം. ഒരു 4,000 സേ ഇട്ടു എന്ന് വിചാരിക്കുക. ദെൻ ഗ്രൂപ്പ് ഇൻഷുറൻസ്, ജീവൻ രക്ഷ, മെഡിസപ്പ്, ഇതൊക്കെ ഈ ഫിക്സഡ് ആണ്. 1,500 കൊടുക്കണം. പിന്നെ NPS നമ്മുടെ പെൻഷന് വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മുടെ NPS എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% ബേസിക് പേ പ്ലസ് 10% ഡിയർനെസ് അലവൻസ് ആണ്. നമുക്ക് നേരത്തെ കിട്ടിയ ഡിയർനെസ് അലവൻസിൻ്റെയും അതുപോലെ തന്നെ ബേസിക് പേയുടെ 10% ആഡ് ചെയ്ത് കിട്ടുന്നതാണ് NPS എന്ന് പറയുന്നത്. 6,513 വരും. പിന്നെ നമുക്ക് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PF പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചോയ്സ് അനുസരിച്ച് പൈസ ഇടാൻ പറ്റും. അത് 600 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അത്ര എമൗണ്ട് ഇടാൻ പറ്റും. അങ്ങനെ ഒരു ആവറേജ് ഡിഡക്ഷൻസ് വരുന്നതെന്ന് വെച്ചാൽ 10,013 രൂപയാണ് ആവറേജ് ഒരാൾക്ക് വരാവുന്നത്. അതിലും നമുക്ക് എന്താണ് ഈ 10,000 രൂപ എന്തായാലും ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഹാൻഡ് സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ സാലറിയിൽ നിന്ന് ഈ ഡിഡക്ഷൻസ് കുറയ്ക്കുമ്പോഴാണ്. അപ്പം നമുക്ക് ആദ്യം കിട്ടിയ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70,000 സംതിങ് ആയിരുന്നു. അതിന് 10,000 കുറച്ച് കഴിഞ്ഞാൽ ആവറേജ് കിട്ടാൻ പോകുന്ന സാലറി 60,323 ആണ്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് അപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന മാക്സിമം സാലറിയാണ്. ഇതിൽ കുറയാം. ഞാൻ പറഞ്ഞല്ലോ 10,000-2,000 രൂപയൊക്കെ ചിലപ്പോൾ കുറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൗസ് റെൻറ്റ് അലവൻസ് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ എമൗണ്ടാണ് 60,323. ഇതിൽ വേരിയേഷൻ വരും. എന്നാലും ഓൺ ആവറേജ് നമുക്ക് കിട്ടാവുന്ന ഒരു മാക്സിമം എമൗണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡായി നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയുടെ റേഞ്ച് ഏകദേശം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പേ സ്കെയിലുള്ള ഒരു ജോലിയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. നമുക്ക് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്ലൈ ചെയ്യാനും കൂടി ഒരു മോട്ടിവേഷനായിട്ട് ഈ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാനും ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ മാത്രമായിട്ട് ഇതെടുക്കുക. ഓക്കെ, താങ്ക് യു.